ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സി പാസിൽ എത്ര ബി എസ് സി നേഴ്സിംഗ് സീറ്റും ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ഫീസ് സ്ട്രക്ചറാണ്. സി പാസിലെ ഓരോ സെൻറ്ററിൽ വരുന്ന സീറ്റുകളാണ് അടിയിൽ കൊടുത്തിരിക്കുന്നത്. ഗാന്ധിനഗർ സെൻട്രൽ ടോട്ടൽ സീറ്റ് 50, അതിലോട്ട് 25 സീറ്റ് ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് വഴിയും 25 സീറ്റ് സി പാസ് അലോട്ട്മെൻറ്റ് വഴിയുമാണ്. പുതുപ്പള്ളി ടോട്ടൽ 50, ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് 25, സി പാസ് അലോട്ട്മെൻറ്റ് 25. പാല ടോട്ടൽ 50, ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് 25, സി പാസ് അലോട്ട്മെൻറ്റ് 25. പത്തനംതിട്ട 50, ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് 25, സി പാസ് അലോട്ട്മെൻറ്റ് 25. മണിമലക്കുന്ന് കൂത്താട്ടുകുളം ടോട്ടൽ സീറ്റ് 40, ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് 20, സി പാസ് അലോട്ട്മെൻറ്റ് 20. നെടുങ്കണ്ടം ടോട്ടൽ 60, ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് 30, സി പാസ് അലോട്ട്മെൻറ്റ് 30. കൊട്ടാരക്കര ടോട്ടൽ 40, ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് 40, അവിടെ സി പാസ് അലോട്ട്മെൻറ്റിന് സീറ്റില്ല. കാഞ്ഞിരപ്പള്ളി ടോട്ടൽ 40, ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് 40. സീതത്തോട് ടോട്ടൽ സീറ്റ് 30, ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് 30. കൊട്ടാരക്കര, കാഞ്ഞിരപ്പള്ളി, സീതത്തോട് ഇവിടെ ഒന്നും സി പാസ് അലോട്ട്മെൻറ്റിന് സീറ്റില്ല. സി പാസ് അലോട്ട്മെൻറ്റ് വഴി സീറ്റ് കൊടുക്കുന്നതല്ല. ഇനി അടുത്തത് സി പാസിലൂടെ കയറിയുള്ള ഫീസ് സ്ട്രക്ചറാണ് പറയാൻ പോകുന്നത്. ഇനി ഫീസ് സ്ട്രക്ചർ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. ഞാൻ അവസാനത്തെ ടോട്ടൽ ഫീ മാത്രമാണ് വായിച്ചു തരുന്നത്. സി പാസ് അല്ലെങ്കിൽ ഗവൺമെൻറ് വഴി കയറുമ്പോൾ ഉള്ള ഫീസ് സ്ട്രക്ചറാണ് അടിയിൽ കൊടുത്തിരിക്കുന്നത്. ഗവൺമെൻറ് ഫസ്റ്റ് ഇയറിൽ വരുന്നത് 1,13,325 പിന്നെയുള്ള സെക്കൻഡ് ഇയർ, തേർഡ്, ഫോർത്ത് ഇയറിലൊക്കെ 1,02,325. ഒന്നുകൂടി പറയാം, ഫസ്റ്റ് ഇയറിൽ 1,13,325 പിന്നെയുള്ള വർഷങ്ങളിൽ 1,02,325. ഇത് ഗവൺമെൻറ് വഴിയോ സി പാസ് വഴിയോ കയറിയാലുള്ള ഫീസാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി വരുന്നത് NRI കോട്ടയിൽ കയറിയുള്ള ഫീസാണ് പറയാൻ പോകുന്നത്. അത് കുറച്ച് കൂടും. അത് ഫസ്റ്റ് ഇയറിൽ 1,24,850 വരുന്നത്. പിന്നെയുള്ള വർഷങ്ങളിൽ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിലൊക്കെ 1,12,850 വരുന്നത്. അതുകൊണ്ട് പറയാം, ഫസ്റ്റ് ഇയറിൽ 1,24,850 പിന്നീടുള്ള വർഷങ്ങളിൽ 1,12,850. ഇനി SC, ST, OEC സ്റ്റുഡൻസിനാണെങ്കിൽ ഫീയിൽ മാറ്റമുണ്ട്. അവർക്ക് ഫസ്റ്റ് ഇയർ വരുന്നത് 11,000. ഇതുപോലെയുള്ള LBS, PNC, MAC, സി പാസ് ഇങ്ങനെ മറ്റുള്ള വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ ജോയിൻ ചെയ്യുക, വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താങ്ക് യു.